ഇലക്ട്രിക് പവർ അല്ലെങ്കിൽ വൈദ്യുത പവർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. നമ്മൾ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ട്. പവർ എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയുടെ നിരക്കാണ് പവർ, അല്ലെങ്കിൽ റേറ്റ് ഓഫ് വർക്ക് എന്ന് പറയുന്നതാണ് പവർ. ഒരു യൂണിറ്റ് സമയത്തിൽ ചെയ്യപ്പെട്ട പ്രവൃത്തിയുടെ അളവാണ് പവർ എന്ന് പറയുന്നത്. യൂണിറ്റ് സമയത്തിൽ ചെയ്യപ്പെട്ട പ്രവൃത്തിയുടെ അളവാണ് പവർ. അപ്പോൾ നമുക്ക് എഴുതാം പവർ പി സമം W/T. P = W/T. ഇവിടെ പി എന്ന് പറയുന്നത് പവർ, W വർക്കാണ്, T ടൈമാണ്. പവർ പി സമം W/T. എന്നാൽ ജൂൾ നിയമപ്രകാരം H = I²RT. അപ്പോൾ T സെക്കൻഡ് കൊണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം എന്ന് പറയുന്നത് അവിടെ ചെയ്യപ്പെട്ട പ്രവൃത്തിക്ക് തുല്യമാണ്. T സെക്കൻഡ് കൊണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെട്ട താപം എന്ന് പറയുന്നത് ചെയ്യപ്പെട്ട പ്രവൃത്തിക്ക് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം H = W ആണ്. അപ്പോൾ H സമം I²RT എന്നുള്ള ജൂൾ നിയമമാണ്. അത് പ്രകാരം തന്നെ നമുക്ക് പറയാം H W തുല്യമായതുകൊണ്ട് W = I²RT. ഇനി നമ്മൾ പറഞ്ഞു പവർ പി എന്ന് പറഞ്ഞാൽ W/T ആണ്, വർക്ക് ബൈ ടൈമാണ്. അങ്ങനെയാണെങ്കിൽ I²RT/T ആണ്. ഈ രണ്ട് ടിയും അത് ക്യാൻസലായി പോവും. അപ്പോൾ നമുക്ക് പവർ പി സമം I²R എന്ന് കിട്ടും. പവർ കാണാനുള്ള ഒരു ഫോർമുല നമുക്ക് കിട്ടിയിട്ടുണ്ട്. P = I²R. അപ്പോൾ നമുക്കിവിടെ എഴുതാം പവർ പി കാണാനുള്ള സമവാക്യം, അല്ലെങ്കിൽ പവർ പി കാണുന്ന ഇക്വേഷനാണ് P = I²R. ഇനി ഓം നിയമപ്രകാരം നമ്മൾ പഠിച്ചിട്ടുണ്ട് V = IR. അപ്പോൾ I = V/R, R = V/I ആയിരിക്കും. ഇവിടെ നമ്മൾ എഴുതി W = I²RT സമം I എന്നതിന് പകരം V/R എന്ന വില നമ്മൾ കൊടുത്തു നോക്കുക. അപ്പോൾ ആ വില ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ V/R, ഇത് I ആണ്, അതിൻ്റെ സ്ക്വയർ ഇൻറ്റു R ഇൻറ്റു T. V²/R² ഇൻറ്റു R ഇൻറ്റു T. ഇനി ഈ സ്ക്വയറും ഈ ആറും അങ്ങോട്ട് പോവും. അപ്പം നമുക്ക് കിട്ടുക V²/RT എന്ന് കിട്ടും. ഇതാണ് W. പവർ P = W/T എന്ന് വെച്ചാൽ V²T/R/T. ഈ ടിയും കട്ട് ചെയ്ത് പോയാൽ ബാക്കി പവർ കാണാനുള്ള ഇക്വേഷനായി P = V²/R. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ടും നമുക്ക് പവർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ പവർ കാണാനുള്ള രണ്ടാമത്തെ ഫോർമുലയായി P = V²/R. ഇനി മറ്റൊന്ന് നോക്കുക. W = I²RT. ഈ ഇക്വേഷനിൽ നമ്മൾ ആറിൻ്റെ വില V/I ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് I² ഇൻറ്റു ആറിന് പകരം V/I ഇൻറ്റു T. അപ്പോൾ ഈ സ്ക്വയറും ഈ ഐയും കട്ടാവും. ബാക്കി നമുക്ക് VIT എന്ന് കിട്ടും. ഇത് W ആണ്. P = W/T
ഈക്വൽ വി ഐ ടി ബൈ ടി. ഈ ടിയും ക്യാൻസലാവും. പവർ കാണാനുള്ള ഫോർമുലയായി പി ഈക്വൽ വി ഐ. വോൾട്ട് ഇൻറ്റു കറൻറ്റ്, അതിനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. അപ്പോൾ പവർ കാണാനുള്ള മൂന്നാമത്തെ ഇക്വേഷനുമായി പി ഈക്വൽ ടു വി ഐ. ഇതിൽ ഓരോ ടേമും ഓരോ പദങ്ങളും എന്താ നോക്കാം. പി എന്ന് പറഞ്ഞാൽ പവർ, ഐ എന്ന് പറയുന്നത് പ്രവാഹ തീവ്രത അഥവാ കറൻറ്റ്, ആർ എന്ന് പറയുന്നത് പ്രതിരോധം അഥവാ റെസിസ്റ്റൻസ്, വി എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പൊട്ടൻഷ്യൽ വ്യത്യാസം. അപ്പോൾ പവർ കാണാനുള്ള മൂന്ന് ഇക്വേഷൻ പി ഈക്വൽ ടു ഐ സ്ക്വയർ ആർ, പി ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ, പി ഈക്വൽ ടു വി ഐ. 230 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ഇലക്ട്രിക് ഹീറ്റ് 2 ആംപിയർ വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ട്. 230 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ഇലക്ട്രിക് ഹീറ്റർ 2 ആംപിയർ വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ട്. ഈ ഉപകരണത്തിൻ്റെ പവർ എന്തായിരിക്കും? ഇതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം വി, പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത് 230 വി ആണ്. 230 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഇലക്ട്രിക് ഹീറ്റർ 2 ആംപിയർ വൈദ്യുതിയാണ്. അപ്പോൾ ഐ ഈക്വൽ ടു 2A. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പവർ എത്രയാണെന്നുള്ളതാണ്. ഈ ലെഫ്റ്റ് സൈഡ് നോക്കുക, ഈ 3 കൂടി വരുന്ന ഇക്വേഷൻ പി ഈക്വൽ ടു വി ഐ ഈക്വൽ 230 ഇൻറ്റു 2 സമം 460 ഡബ്ല്യു. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വാട്ട് ആണ്. പവറിൻ്റെ യൂണിറ്റ്, പവർ നമ്മൾ പ്രസ്താവിക്കുന്നത് വാട്ട് എന്ന യൂണിറ്റിലാണ്. പവറിൻ്റെ യൂണിറ്റാണ് വാട്ട്. 690 വാട്ട് പവറുള്ള ഒരു ഇസ്തിരിപ്പെട്ടി 230 വോൾട്ടിൽ പ്രവർത്തിക്കുകയാണ്. 690 വാട്ട് പവറുള്ള ഇസ്തിരിപ്പെട്ടി 230 വോൾട്ടിൽ പ്രവർത്തിക്കുകയാണ് എങ്കിൽ ഈ ഇസ്തിരിപ്പെട്ടി ഉപയോഗിക്കുന്ന കറൻറ്റ് എത്രയാണ്? അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അതിൻ്റെ പവർ 690 വാട്ടാണ്. ഈ ഇസ്തിരിപ്പെട്ടി പ്രവർത്തിക്കുന്ന വോൾട്ട് 230 വോൾട്ടിലാണ്. ഇവിടെ കറണ്ടാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ കറണ്ട് ഐ സമം എത്രയാണെന്നുള്ള ക്വസ്റ്റ്യൻ മാർക്കിട്ട് വയ്ക്കാം. ഇത് 3 കൂടി വരെ നമ്മൾ പഠിച്ച ഫോർമുല പി ഈക്വൽ ടു വി ഐ. അത് പ്രകാരം ഐ ഈക്വൽ ടു പി ബൈ വി സമം പി എന്ന് പറഞ്ഞാൽ 690 വാട്ട്, വി എന്ന് പറയുന്നത് 230 വോൾട്ട്. ഇതിലേക്ക് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 3 തവണ പോവും. അപ്പോൾ നമുക്ക് 3 ആംപിയർ എന്ന് കിട്ടും. ഇവിടെ ഉപയോഗിക്കുന്ന കറണ്ട് 3 ആംപിയറാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. പി ഈക്വൽ ടു വി ഐ. അപ്പോൾ ഐ ഈക്വൽ ടു പി ബൈ വി. ഇതെല്ലാറ്റിൻ്റെ യൂണിറ്റ് എടുത്ത് നോക്കുക. ആംപിയർ ഈക്വൽ വാട്ട് ബൈ വോൾട്ട്. അപ്പോൾ ആംപിയറേജ് എന്ന് പറയുന്നത് എത്ര കറണ്ടാണ് ഉപയോഗിച്ചത് എന്ന് പറയുന്നത്, ആംപിയറേജ് എന്ന് പറഞ്ഞാൽ വാട്ടേജ് ബൈ വോൾട്ടേജാണ്. നന്നായിട്ട് ശ്രദ്ധിക്കുക. ആംപിയറേജ് എന്ന് പറയുന്നത് വാട്ടേജ് ബൈ വോൾട്ടേജ്. അപ്പോൾ ആംപിയറേജ് ഈക്വൽ വാട്ടേജ് ബൈ വോൾട്ടേജ്. ഒരു ഇലക്ട്രിക് ബൾബിൽ 220 വി 100 ഡബ്ല്യു എന്ന് എഴുതിയിട്ടുണ്ട്. 220 വി 100 ഡബ്ല്യു. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ പറഞ്ഞാൽ 220 വി 100 ഡബ്ല്യു. അതായത് 220 വോൾട്ട് നൽകുകയാണെങ്കിൽ ആ ബൾബ് 100 വാട്ട് പ്രകാശം ഉൽപ്പാദിപ്പിക്കും. 220 വോൾട്ട് നൽകുകയാണെങ്കിൽ ആ ബൾബിൽ നിന്ന്
100 വാട്ട് പ്രകാശം ലഭിക്കും. ഇതേ ബൾബിലേക്ക് നമ്മൾ 110 വോൾട്ട് നൽകിയാൽ അവിടുന്ന് ലഭിക്കുന്ന പ്രകാശത്തിൻ്റെ പവർ എത്രയായിരിക്കും, എത്ര വാട്ട് ലഭിക്കുന്നുള്ളതാണ്. അപ്പോൾ 220 വോൾട്ട് നൽകുമ്പോൾ 100 വാട്ട് കിട്ടുന്നുണ്ട് എങ്കിൽ 110 വോൾട്ട് നൽകിയാൽ എത്രയായിരിക്കും അതിൻ്റെ പവർ. ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്കിതിന്ന് 220 വിയും 100 വാട്ടും തന്നിട്ടുണ്ട്. അപ്പോൾ വി ഈക്വൽ ടു 220, പി ഈക്വൽ ടു 100 ഡബ്ല്യു. നമ്മളിതിൽ നിന്നും ബൾബിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുള്ളൊരു ഫോർമുല ഉണ്ട്. പി ഈക്വൽ വി സ്ക്വയർ ബൈ ആർ ആണ്. അപ്പോൾ ആർ ഈക്വൽ വി സ്ക്വയർ ബൈ പി ആയിരിക്കും. ആർ ഈക്വൽ വി സ്ക്വയർ 220 ഇൻറ്റു 220 ബൈ പി എന്ന് പറയുന്നത് 100. നമ്മൾ ഈ 2 സീറോയും കട്ട് ചെയ്യാം. ബാക്കി നമുക്ക് കിട്ടും 484 ഓം എന്ന് കിട്ടും. ഈ ബൾബിൻ്റെ റെസിസ്റ്റൻസ് 484 ഓമാണ്. ഇനി 484 ഓമുള്ള ഈ ബൾബിലേക്ക് നമ്മൾ 110 വോൾട്ട് നൽകുകയാണ്. അപ്പോൾ ലഭിക്കുന്ന പവറാണ് കണ്ടുപിടിക്കേണ്ടത്. പവർ പി ഈക്വൽ വി സ്ക്വയർ ബൈ ആർ. നമ്മളിതിലേക്ക് 110 വോൾട്ട് കൊടുക്കുമ്പോൾ 110 ഇൻറ്റു 110 ബൈ അതിൻ്റെ റെസിസ്റ്റൻസ് 484 ആണ്. ഇത് ഗുണിച്ചു കഴിഞ്ഞാൽ 120 12100 ബൈ 484 എന്ന് കിട്ടും. നമ്മൾ ക്രിയ ചെയ്യുമ്പോൾ 25 ഡബ്ല്യു എന്ന് കിട്ടും. 25 വാട്ടാണ് ആ ബൾബ് ഉൽപ്പാദിപ്പിക്കുന്ന ലൈറ്റ്. അപ്പോൾ 220 വോൾട്ടിൽ 100 വാട്ട് തന്നിരുന്ന ബൾബ് 110 വോൾട്ട് കൊടുക്കുമ്പോൾ വെറും 25 വാട്ടേ കിട്ടുന്നുള്ളൂ. അപ്പോൾ വോൾട്ടേജ് പകുതിയാക്കിയപ്പോൾ നമുക്കിവിടെ അതിൻ്റെ പവർ 1/4 കുറഞ്ഞു. വോൾട്ടേജ് പകുതിയാക്കിയ സമയത്ത് 220നെ 110 ആക്കിയപ്പോൾ അതിൻ്റെ പവർ നമുക്ക് 1/4 കുറഞ്ഞു. വെറും 25 വാട്ട് മാത്രമേ ലഭിക്കുള്ളൂ. ഹായ് സ്റ്റുഡൻസ്, കഴിഞ്ഞ സെഷനിൽ നമ്മൾ പഠിച്ചിരുന്നത് വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലം, ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് കറണ്ട് എന്നുള്ള ഭാഗമായിരുന്നു. അതിന് ഉദാഹരണങ്ങളായിരുന്നു നമ്മൾ ഹീറ്റർ, സോൾഡറിംഗ് അയൺ, അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വൈദ്യുത പ്രവാഹത്തിന്റെ പ്രകാശഫലം, ലൈറ്റിംഗ് ഇഫക്റ്റ് ഓഫ് കറണ്ട് എന്നുള്ള ഭാഗം പഠിക്കാം. ലൈറ്റിംഗ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് വൈദ്യോർജത്തെ പ്രകാശോർജാക്കി മാറ്റുന്ന ഉപകരണങ്ങൾ. വൈദ്യോർജത്തെ പ്രകാശോർജാക്കുക എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഇലക്ട്രിക് ബൾബാണ്. അപ്പോൾ ഒരു ബൾബിനെ സംബന്ധിച്ചിടത്തോളം ഈ ബൾബിൽ നടക്കുന്ന എനർജി ചേഞ്ച്, ഊർജ മാറ്റം എന്ന് പറയുന്നത് വൈദ്യുതോർജം പ്രകാശോർജയമാണ്. അഥവാ വൈദ്യോർജത്തെ പ്രകാശോർജാക്കി മാറ്റുന്ന ഉപകരണമാണ് ഇലക്ട്രിക് ബൾബ് എന്ന് പറയുന്നത്. ഇതിൽ എനർജി ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ടഡ് ടു ലൈറ്റ് എനർജി. ഈ ബൾബിലെ പ്രധാന ഭാഗങ്ങൾ എന്തൊക്കെയാണ്? ഒരു ഗ്ലാസ് ബൾബ്. ഈ ബൾബിന്റെ അടിഭാഗത്ത് ബേസ് യൂണിറ്റ് ഉണ്ട്, ഹോൾഡറിൽ കണക്ട് ചെയ്യാനുള്ള. ഇതിനുള്ളിൽ 2 ഇലക്ട്രോഡുകൾ അടങ്ങിയിട്ടുണ്ട്, കോപ്പർ ഇലക്ട്രോഡ്. ആ ഇലക്ട്രോഡുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ഫിലമെന്റ് ഉണ്ടായിരിക്കും. ഇനി നമുക്ക് അറിയേണ്ടത് ഈ ഫിലമെന്റ് നിർമ്മിക്കുന്നത് ടങ്സ്റ്റൺ എന്ന് പറഞ്ഞൊരു ലോഹം കൊണ്ടാണ്. അപ്പോ ഒരു ബൾബിൽ ഫിലമെന്റ് നിർമ്മിക്കുന്നത് ടങ്സ്റ്റൺ കൊണ്ടാണ്. ഇതിന്റെ പ്രതീകം എന്ന് പറയുന്നത് ഡബ്ല്യു ആണ്. വോൾഫ്രം എന്ന വാക്കിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ടങ്സ്റ്റൺ ഫിലമെന്റ് ആണ് നമ്മളൊരു സാധാരണ ബൾബിൽ ഉപയോഗിക്കുന്നത്. ഈ ബൾബിലേക്ക് നമ്മൾ കറണ്ട് കൊടുത്താൽ, ഉദാഹരണത്തിന് ഞാൻ നോക്കാം, ഇതിലേക്ക് നമ്മൾ
കറണ്ട് കൊടുക്കുമ്പോൾ ഈ ബൾബ് ചുട്ടുപഴുക്കുകയും ഫിലമെന്റ് ചുട്ടുപഴുക്കുകയും അതിൽ നിന്ന് പ്രകാശം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫിലമെന്റ് ചുട്ടുപഴുത്തത് കൊണ്ടാണ് അതിൽ നിന്ന് പ്രകാശം ഉണ്ടായത്. ഇങ്ങനെ ചുട്ടുപഴുത്ത് പ്രകാശം ഉണ്ടാക്കുക, ഈ അർത്ഥം വരുന്ന ഒരു വേർഡാണ് നമ്മൾ പറയുന്ന ഇൻകാൻഡസെന്റ്. അപ്പോ ഫിലമെന്റ് ചുട്ടുപഴുത്ത് പ്രകാശം ഉണ്ടാക്കുന്ന എല്ലാ തരം ബൾബുകളെയും നമുക്ക് ഇൻകാൻഡസെന്റ് ലാമ്പുകൾ എന്ന് വിളിക്കാം. കാരണം ചുട്ടുപഴുത്ത് പ്രകാശം ഉണ്ടാക്കുന്നത് ആ അർത്ഥം വരുന്ന വാക്കാണ് ഇൻകാൻഡസെന്റ്. അപ്പൊ ആദ്യകാലങ്ങളിലുള്ള പണ്ട് കാലത്തുള്ള ഇൻകാൻഡസെന്റ് ലാമ്പുകൾ വാക്യൂം ബൾബുകളായിരുന്നു. വാക്യൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വായുശൂന്യമായ ബൾബുകളായിരുന്നു. അതെന്തുകൊണ്ടാണ് പറഞ്ഞാൽ അതിൽ വായു ഉണ്ടെങ്കിൽ, ഓക്സിജൻ ഉണ്ടെങ്കിൽ ഈ ടങ്സ്റ്റണിന് ഓക്സീകരണം അഥവാ ഓക്സിഡേഷൻ നടക്കും, ടങ്സ്റ്റൺ കത്തിപ്പോകും. അപ്പോ അത് ഒഴിവാക്കാൻ വേണ്ടി പഴയ കാലത്ത് നമ്മൾ ഈ ബൾബുകൾ വാക്യൂമാക്കി. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഓരോ തവണ ബൾബ് കത്തുമ്പോഴും ഈ ഫിലമെന്റ് ഇങ്ങനെ ചുട്ടുപഴുക്കും, അതിന് വേപ്പറൈസേഷൻ നടക്കും. അങ്ങനെ ഓരോ തവണ നടക്കുമ്പോഴും അതിന്റെ തിക്നെസ് കുറഞ്ഞു വന്ന് അവസാനം ഫിലമെന്റ് പൊട്ടിപ്പോവും, ബൾബിന്റെ ആയുസ് കുറവാകും. അപ്പൊ ആദ്യകാലത്തെ ബൾബുകൾക്ക് ആയുസ് വളരെ കുറവായിരുന്നു. കാരണം ഫിലമെന്റിന് വേപ്പറൈസേഷൻ സംഭവിച്ചിരുന്നു. ഇതിനുള്ള പരിഹാരം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഈ ബൾബിന്റെ ഉള്ളിൽ നൈട്രജൻ വാതകം നിറയ്ക്കും. നൈട്രജൻ വാതകം നിറയ്ക്കുന്നത് എന്തിനാ പറഞ്ഞാൽ ഫിലമെന്റിന്റെ വേപ്പറൈസേഷൻ റേറ്റ് കുറയ്ക്കാൻ അഥവാ ബാഷ്പീകരണ തോത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നൈട്രജൻ ഗ്യാസ് തന്നെ ഉപയോഗിക്കാൻ അതിൻ്റെതായ ചില പ്രത്യേകത. എന്താന്ന് പറഞ്ഞാൽ മറ്റ് വാതകങ്ങളെ അപേക്ഷിച്ച് ചൂടാകുമ്പോഴുള്ള വികാസം, ചൂടാകുമ്പോൾ ആ എക്സ്പാൻഷൻ റേറ്റ് കുറവാണ് നൈട്രജൻ. അതുകൊണ്ട് നമ്മൾ നൈട്രജൻ വാതകമാണ് ഇതിൽ ഉപയോഗിക്കുക. മാത്രമല്ല വായുവിന്റെ സാന്നിധ്യം ഇല്ലാത്തതുകൊണ്ട് നൈട്രജൻ തികച്ചും ഒരു അലസ വാതകം പോലെ, ഇനേർട്ട് ഗ്യാസ് പോലെ ഇത് വർക്ക് ചെയ്യും. അപ്പൊ അതുകൊണ്ട് നൈട്രജൻ നിറയ്ക്കും. അപ്പൊ ഒരു ക്വസ്റ്റ്യനായി, എന്തിനാണ് ബൾബിൽ നൈട്രജൻ നിറയ്ക്കുന്നത്? അതിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ആ ഫിലമെന്റിന്റെ വേപ്പറൈസേഷൻ അല്ലെങ്കിൽ ബാഷ്പീകരണം കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ബൾബിന്റെ ലൈറ്റ് കൂടണമെങ്കിൽ അത് കൂടുതൽ ചുട്ടുപഴുക്കണം. കൂടുതൽ ചുട്ടുപഴുക്കണമെങ്കിൽ ഈ ഫിലമെന്റിന് കൂടുതൽ പ്രതിരോധം വേണം. അപ്പൊ ടങ്സ്റ്റൺ തന്നെയാണ് നമ്മൾ ഫിലമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ പ്രതിരോധം കൂട്ടാനുള്ള മാർഗം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അതിന് നീളം കൂട്ടിയാൽ പ്രതിരോധം കൂടും, വണ്ണം കുറച്ചാലും പ്രതിരോധം കൂടും. അപ്പൊ പരമാവധി വണ്ണം കുറച്ച് പരമാവധി നീളം കൂട്ടിയാൽ നമുക്കതിന്റെ മാക്സിമം ലെവലിലുള്ള പ്രതിരോധം ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഒരു 100 വാട്ട് ബൾബ്, ഈ ബൾബിൽ ഒരു ഇൻകാൻഡസെന്റ് ലാമ്പ് 100 വാട്ടിന്റെ, അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഫിലമെന്റിന്റെ നീളം ഏകദേശം 1 മീറ്ററാണ്. അപ്പൊ 1 മീറ്റർ നീളമുള്ള ഈ ഫിലമെന്റ് എങ്ങനെ ഈ ബൾബിൽ ഉൾപ്പെടുത്തും എന്നുള്ളത് പ്രശ്നമാണ്. അപ്പൊ ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നത് ചുരുൾ ഫിലമെന്റ്, കോയിലാണ്. ടങ്സ്റ്റൺ കൊണ്ട് കോയിൽ അല്ലെങ്കിൽ ചുരുളുണ്ടാക്കിയിട്ട് അതാണ് ഫിലമെന്റ് ആയിട്ട് ഉപയോഗിച്ചിരുന്നത്. പക്ഷെ നമ്മൾ ലൈറ്റ് കൂട്ടണമെങ്കിൽ നീളം കൂട്ടിയേ പറ്റും. ഈ നീളം കൂടിയിട്ടുള്ള സാധനം ഇതിലുള്ള ഒതുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്തു, ചുരുൾ ഫിലമെന്റിന് പകരം നമ്മൾ അതിനെ ചുരുളാക്കിയ ചുരുൾ ഫിലമെന്റ് ആക്കി, അഥവാ കോയിൽഡ് കോയിലാക്കി. എന്താണ് ഈ ചുരുളാക്കിയ ചുരുൾ അല്ലെങ്കിൽ കോയിൽഡ് കോയിൽ പറഞ്ഞാൽ, ആദ്യം ടങ്സ്റ്റണിനെ ഇങ്ങനെ കോയിലാക്കി ആ കോയിലുകൊണ്ട് നമ്മൾ അടുത്ത കോയിൽ ഉണ്ടാക്കി. ഇതിനെയാണ് നമ്മൾ ചുരുളാക്കിയ ചുരുൾ അഥവാ കോയിൽഡ് കോയിൽ എന്ന് പറയുന്നത്. അപ്പൊ പഴയ കാലത്തെ വാക്യൂം ബൾബുകളെ അപേക്ഷിച്ച് ഇന്നത്തെ ബൾബുകൾക്ക് 2 സവിശേഷതയാണ്. ഇന്നത്തെ ബൾബുകൾ വാക്യൂം അല്ല, അതിൽ നൈട്രജൻ ഉണ്ട്. എന്തിനെന്ന് പറഞ്ഞാൽ ഫിലമെന്റിന്റെ ബാഷ്പീകരണം കുറയ്ക്കാൻ അഥവാ വേപ്പറൈസേഷൻ കുറയ്ക്കാൻ. രണ്ടാമത്തെ പോയിന്റ്, നമ്മൾ ചുരുൾ ഫിലമെന്റിന്, കോയിൽ ഫിലമെന്റിന് പകരം കോയിൽഡ് കോയിലാണ്, ചുരുളാക്കിയ ചുരുളാണ്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള മെച്ചം എന്താ പറഞ്ഞാൽ ബൾബിന്റെ പവർ കൂട്ടാം, ലൈറ്റ് കൂട്ടാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പഴയ കാലത്തെ ബൾബുകളെ അപേക്ഷിച്ച് ഇന്നത്തെ ബൾബിന്റെ സവിശേഷത. ഇനി ബൾബിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ടങ്സ്റ്റൺ ഫിലമെന്റ് ആണ് നമ്മൾ പറഞ്ഞത്. ടങ്സ്റ്റൺ എന്ന ലോഹം തന്നെ ഇതിന് തിരഞ്ഞെടുക്കാം. ടങ്സ്റ്റണിന് ചില സവിശേഷതകളുണ്ട്, മറ്റു ലോഹങ്ങൾക്ക് ഇല്ലാത്ത ചില പ്രത്യേകതകൾ. എന്താന്ന് പറഞ്ഞാൽ ഉയർന്ന റെസിസ്റ്റിവിറ്റിയാണ്.
എന്നുവെച്ചാൽ ഹൈ റെസിസ്റ്റിവിറ്റിയാണ്, വളരെ ഉയർന്ന പ്രതിരോധമാണ്. പിന്നെ എത്ര ചൂടായാലും ഇത് ഉരുകരുത്. അപ്പൊ ഉയർന്ന ദ്രവണാങ്കമാണ്, അഥവാ ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്. മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് പറയുന്നത്, ഇത് വലിച്ചു നീട്ടി നേരിയ കമ്പികളാക്കാൻ പറ്റും. ഈ കഴിവിനെയാണ് നമ്മൾ ഡക്റ്റിലിറ്റി എന്ന് പറയാം. അപ്പൊ ടങ്സ്റ്റനെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന ഡക്റ്റിലിറ്റിയാണ്, ഹൈ ഡക്റ്റിലിറ്റിയാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ചുട്ടുപഴുത്ത് പ്രകാശം ഉണ്ടാക്കാനുള്ള കഴിവ്, ധവള പ്രകാശം, വെള്ള ലൈറ്റ് ഉണ്ടാക്കാനുള്ള കഴിവ്. അപ്പൊ നമുക്കറിയാം എബിലിറ്റി ടു എമിറ്റ് ലൈറ്റ് ഇൻ ദി വൈറ്റ് കോട്ട് കണ്ടീഷൻ. അതായത് ചുട്ടുപഴുത്ത് ധവള പ്രകാശം ഉണ്ടാക്കാനുള്ള ആ കഴിവും കൂടി ഒത്തുകൊണ്ടാണ് നമ്മൾ ഫിലമെന്റ് ആയിട്ട് ടങ്സ്റ്റൺ തന്നെ ഉപയോഗിക്കുന്നത്. ഈ 4 പോയിന്റ് ഓർത്ത് വയ്ക്കുക. ഹൈ റെസിസ്റ്റിവിറ്റി, ഉയർന്ന റെസിസ്റ്റിവിറ്റി. രണ്ടാമത്തെ ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഉയർന്ന ദ്രവണാങ്കം. മൂന്നാമത്തെ ഹൈ ഡക്റ്റിലിറ്റി, വളരെ ഉയർന്ന ഡക്റ്റിലിറ്റി ഉള്ളതാണ്. നാലാമത്തെ ചുട്ടുപഴുത്ത് ധവള പ്രകാശം ഉണ്ടാക്കാനുള്ള കഴിവ് എന്ന് വെച്ചാൽ ദ എബിലിറ്റി ടു എമിറ്റ് വൈറ്റ് ലൈറ്റ് ഇൻ ദി വൈറ്റ് ഹോട്ട് കണ്ടീഷൻ. ഇത്രയും കാര്യങ്ങൾ ഒത്തുവരുന്നതുകൊണ്ടാണ് നമ്മൾ ടങ്സ്റ്റൺ തന്നെ ഫിലമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം നോക്കാം. ഞാൻ ഈ ബൾബ് കത്തിക്കും, പിന്നെ കത്തുന്നുണ്ട്, ഇന്ന് പ്രകാശം വരുന്നുണ്ട്. ഞാൻ ഈ ബൾബ് തൊട്ട് നോക്കുമ്പോൾ നല്ല ചൂടുണ്ടാവുന്നു. അപ്പൊ നമുക്ക് പറയാം, ഈ ബൾബ് കത്തുമ്പോൾ പ്രകാശോർജത്തിന്റെ ഒപ്പം താപോർജവും ഉണ്ടാകുന്നുണ്ട്. അതായത് ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ടഡ് ടു ലൈറ്റ് എനർജി ആൻഡ് ഹീറ്റ് എനർജി. ഇവിടെ മേജർ പാർട്ട് നമ്മൾ കൊടുക്കുന്ന എനർജിയുടെ നല്ലൊരു ഭാഗം പോണത് ഹീറ്റ് എനർജിയിലാണ്. ബാക്കി കുറച്ച് ഭാഗം മാത്രമേ ലൈറ്റ് എനർജി ആവുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഈ ഉപകരണം ഉപയോഗിക്കുമ്പോൾ, നമ്മളിപ്പോ ബൾബ് എന്ന ഉപകരണം, ഈ ഒരു ഡിവൈസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നോക്കിയാൽ നമ്മൾ കൊടുക്കുന്ന എനർജിയുടെ കൂടുതൽ ഭാഗവും പോണത് ഹീറ്റായിട്ടാണ്. ആ ഹീറ്റ് നമുക്ക് യാതൊരു ഉപകാരമില്ലാത്ത എനർജിയാണ്. കാരണം ഇവിടെ നമുക്ക് യാതൊരു ആവശ്യമില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു എനർജി ലോസ് ആണ്, ഊർജ നഷ്ടമാണ്. ബാക്കിയുള്ള ഭാഗം മാത്രമേ നമുക്ക് പ്രകാശമായിട്ട് മാറ്റാൻ പറ്റുന്നുള്ളൂ. അപ്പോ കൊടുക്കുന്ന എനർജിയുടെ എത്ര ഭാഗം തിരിച്ചു കിട്ടും, അതിനെയാണ് നമ്മൾ അതിന്റെ ക്ഷമത അല്ലെങ്കിൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. നമ്മൾ നൽകുന്ന ഊർജത്തിന്റെ എത്ര ഭാഗം തിരിച്ചു കിട്ടും എന്ന് പറയുന്നതാണ് ക്ഷമത അല്ലെങ്കിൽ എഫിഷ്യൻസി. അപ്പോ ഒരു ഇൻകാൻഡസെന്റ് ലാമ്പിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ എഫിഷ്യൻസി വളരെ കുറവാണ്.